റസൂലുള്ളാഹി ഇല്ല, പള്ളിയില്ല, പട്ടണമില്ല. എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ, ഒരു അസുഖം വരുമ്പോൾ അവൻ പെട്ടെന്ന് അള്ളാഹ് വിളിക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പിന്നീട് അള്ളാഹെ വിളിക്കും, പെട്ടെന്നൊരു ദുആ ചെയ്യാൻ പറയും, ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യും. ഇതല്ലാതെ മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടി അവൻ ആരും ആദ്യമേ ദുആ ചെയ്യാറുമില്ല, ശുക്ർ ചെയ്യാറുമില്ല. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ അപാകതകൾ സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുവെന്ന് പരിശുദ്ധമായ ഖുർആൻ. വലഖദ് കറംനാ ബനീ ആദം وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ആദമിന്റെ മക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, പടച്ചവൻ നമ്മളെ ആദരിച്ചു, നമ്മെ ബഹുമാനിച്ചു. അല്ലാഹു നമ്മളെ ആദരിച്ചു. മനുഷ്യന്റെ വില ആദ്യം മനസ്സിലാക്കി. മനുഷ്യന്റെ വില, ഈ ഇരിക്കുന്ന നിങ്ങളുടെ വില, ഈ പ്രസംഗിക്കുന്ന എന്റെ വില, അത് ആദ്യം മനസ്സിലാക്കി. അല്ലാഹ് പറഞ്ഞ വാക്കാണ് സൂറത്ത് ബനി ഇസ്രായീൽ. വലഖദ് കറംനാ ബനീ ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചു, ബഹുമാനിച്ചു എന്ന് അല്ലാഹു ആണ് പറയുന്നത്. മാത്രമല്ല വഹമൽനാകും ഫിൽ ബർരി വൽ ബഹർ, അവർക്ക് കരയിലും കടലിലും സഞ്ചരിക്കുവാനുള്ള വാഹനങ്ങളെ നാം അവർക്ക് നൽകിയില്ലേ. എത്ര വാഹനം. ഇപ്പൊ നമ്മൾ വാളിന് വന്നു, ഓട്ടോറിക്ഷയിൽ വന്നവരുണ്ട്, ബൈക്കിൽ വന്നവരുണ്ട്, കാറിൽ വന്നവരുണ്ട്, ജീപ്പിൽ വന്നവരുണ്ട്, പെട്ടിയോട്ടോയിൽ വന്നവരുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളിന്ന് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ നടന്നു പോകാറില്ലല്ലോ. പണ്ടൊക്കെ നബിതങ്ങൾ പറയുന്നത് ഒരാൾ വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് നടന്നു പോകുന്നവർക്കാണ് കൂലി കൂടുതലെന്നാണ്. പക്ഷേ ഇന്ന് ആരും നടന്നു പോകാറില്ല, വലിയ വാഹനങ്ങളിലെ പള്ളിയിലെത്തുള്ളൂ. അത് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കുകയേ ഇല്ല, ഹത്താ യർകബന്നാസു അലൽ മയാസിർ, ജനങ്ങൾ ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്ത് വയഅതൂന അലാ അബ്വാബിൽ മസാജിദ്, നമസ്കരിക്കാൻ വേണ്ടി വാഹനങ്ങളിൽ പള്ളിയുടെ തിരുമുറ്റത്തിലേക്ക് വരുന്ന ഒരു കാലം സംജാതമാകാതെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കുകയേ ഇല്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാവരും വാഹനത്തിലെ പള്ളിയിൽ വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞു. ഇന്ന് അങ്ങനെയല്ലേ? നടന്നു പോകുന്നവരാരാ? ഇനി നടന്നു പോകാൻ നമ്മൾ നടന്നു പോകാൻ തീരുമാനിച്ച ഭാര്യ പറയും, നിങ്ങൾ നടന്നു പോലെ പേപ്പട്ടിയുണ്ട്, നായുണ്ട്, ശല്യമാണ്, നിങ്ങൾ അതുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് പോ, അല്ലെങ്കിൽ കാർ എടുത്തിട്ട് പോന്ന് പറയും. നടക്കൂല. പക്ഷെ നബിതങ്ങൾ പറഞ്ഞതോ, ബശ്ശിരിൽ മശാഈന ഫിൽ ളുലം, നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ നടന്നുകൊണ്ട് മസ്ജിദിലേക്ക് പോകണേ. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സന്തോഷ വാർത്ത നൽകിയിരിക്കുകയാണ്. നാളെ സ്വർഗത്തിൽ അവർക്ക് പ്രകാശമാണ്, ഖിയാമത്തിൽ അവർക്ക് ആനന്ദമാണ്, നാളെ ആഖിറത്തിൽ അവർക്ക് വെളിച്ചമാണ്. നടന്നു പോകുന്നവർക്ക് കൂലി കൂടുതൽ കിട്ടും. വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് നടന്നു പോകണം. പക്ഷെ ഇന്ന് വാഹനത്തിലാണ് പോകുന്നത്. ശരിയായിക്കോട്ടെ, വാഹനത്തിൽ പോയതുകൊണ്ട് കൂലിയൊന്നും കുറയൂല, അത് കൂലി കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ നബിതങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? ഖിയാമത്ത് നാൾ വരുമ്പോ, ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ പറഞ്ഞു, ആ ഖിയാമത്ത് നാള് വരുന്നതിന് മുമ്പ് എന്റെ സമുദായം വലിയ വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് മസ്ജിദിലെത്തും, പള്ളിക്കൽ നിസ്കരിക്കാൻ വരും. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കതാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യാത്ര ചെയ്യാൻ കടലിലും കരയിലും, കടലിലോ സ്പീഡ് ബോട്ട് ഉണ്ട്, ആഡംബര കപ്പലുകളുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ കടലിൽ. അതിലേക്ക് നമ്മൾ കടന്നാൽ ആ വിഷയത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകട്ടെ. എന്തായാലും വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അല്ലാഹു തആല കടലിലും കരയിലും യാത്ര ചെയ്യാൻ അല്ലാഹു തആല സൗകര്യം നൽകി. എന്നിട്ട് അല്ലാഹു തആല മറ്റൊരു വാക്കോടെ, വെറുതെ അല്ല, വറസഖനാഹും മിനത് ത്വയ്യിബാത്ത് വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണം നാം നിങ്ങൾക്ക് ഒരുക്കിയില്ലേ, നൽകിയില്ലേ.
നല്ല നല്ല ഭക്ഷണം തിന്നണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കണ്ട പാമ്പിനെയും ചേരയും പട്ടിയെയും പന്നിയും പൂച്ചയും പിടിച്ച് തിന്നിട്ട് രോഗങ്ങൾ പിടികൂടും. ചൈനയിലും മുസ്ലിങ്ങൾക്ക് രോഗം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പുതിയ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പുതിയ റിപ്പോർട്ടാണ്. ഇപ്പൊ 20 ലക്ഷം പേരൊക്കെ വന്നെന്നാണ്. 20 ലക്ഷത്തോളം പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയും പള്ളികൾ പൂട്ടിക്കുകയും ആലിമീങ്ങളെ തെരുവിലിറക്കുകയും ഖുർആൻ മുഴുവൻ കത്തിക്കുകയും ചെയ്ത പ്രൈം മിനിസ്റ്റർ ഓരോ മസ്ജിദ് കയറി ഇറങ്ങിയിട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറയാ. പണ്ട് ഫിറോൻ മൂസാ നബി എതിർത്തതുപോലെ അവസാനം മൂസാ നബിയുടെ കാല് പിടിച്ച് ഫിറോൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് ലോകം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ സാഹചര്യം ഖുർആനുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി തരാം. നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. തെളിവാണ്. പണ്ടൊക്കെ ഒരു ഉസ്താദന്മാര് പ്രസംഗിക്കുമ്പോ അയാൾ ചുമ്മാ വെറുതെ അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ പറയും. ഇപ്പൊ കള്ളം പറയാൻ പറ്റൂലല്ലോ, വാട്സപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ നമുക്ക് കിട്ടാത്തത് ഖുർആനാണ്. ഈ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞത് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അല്ലാത്തോ നടക്കൂല. ഇതുപോലെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അതിന് പരിഹാരവും നബി തങ്ങൾ പറഞ്ഞു. നമ്മളിത് സ്വീകരിക്കാത്തതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുൻകാലഘട്ടങ്ങളിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത മാരകമായ രോഗങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാകുമെന്നും അതിലൂടെ ധാരാളം മരണം സംഭവിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി 5 കാര്യങ്ങളെ കൊണ്ട് ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ട് ഹബീബായ തങ്ങൾ പറയുകയാണ്, അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. അല്ലാഹുവേ, ഈ മാറാവ്യാധികൾ നൽകി എന്റെ സ്വഹാബത്തിനെ പരീക്ഷിക്കരുതേ അല്ലാഹ്. നബി തങ്ങൾ അവിടെ ജാമ്യം എടുത്തു. സ്വഹാബത്തിനെ പരീക്ഷിക്കല്ലേ പടച്ചവനെ, ജാമ്യം എടുത്തു. സഹാബത്തിനെ നീ പരീക്ഷിക്കല്ലേ പടച്ചവനെ, എന്റെ സഹാബത്തിനെ പരീക്ഷിക്കല്ലേ പടച്ചവനെ. 5 കാര്യങ്ങൾ ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടാ പോയത്. അതിൽ ഒന്നെന്താണ്? ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമുൽ ഏതൊരു നാട്ടിലാണോ, രാജ്യത്തിലാണോ, സമൂഹത്തിലാണോ, വ്യക്തികളിലാണോ, വിദ്യാർത്ഥികളിലാണോ, വിദ്യാർത്ഥിനികളിലാണോ അശ്ലീലങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും വ്യാപിക്കുന്നത്, അത് രഹസ്യ സ്വഭാവമാക്കേണ്ടത് അത് പരസ്യമായി മാറുമ്പോ ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ വൽ ഔജാ. കൊറോണ പോലെ, പ്ലേഗ് പോലെ, വസൂരി പോലെ മാരകമായ രോഗങ്ങൾ വ്യാപിക്കുകയും വൽ ഔജാ, ശാരീരിക മാസകലം വേദന കൊണ്ട് പുളയുകയും ചെയ്യുന്ന രോഗമുണ്ടാകുമത്രേ. ഏത് കാലഘട്ടത്തിൽ വരാത്ത രോഗം? അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമുല്ലദീന മലൗ, മുൻകാലങ്ങളിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത രോഗമാ. മുൻകാലങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തോ കേട്ടിട്ട് പോലുമില്ലാത്ത രോഗമാ. ആ മാരകമായ രോഗം ഈ സമൂഹത്തെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അശ്ലീലങ്ങൾ പരസ്യമാകുമ്പോ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കതാണ്, അശ്ലീലങ്ങൾ പരസ്യമാകും. ചൈനയിലൊക്കെ ചുമ്മാ ഉമ്മ വെപ്പാണ്, വെറുതെ അങ്ങോട്ട് ചുംബിക്കൽ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലിൽ പോയാലും കോളേജിൽ പോയാലും റോഡിൽ പോയാലും ബസ്സിലിരുന്നാലും ചുമ്മാ ചായ കുടിക്കുന്ന പോലെ, പണ്ട് നയനാർ പറഞ്ഞ പോലെ എവിടെയൊക്കെ ചായ കുടിക്കുന്നത് പോലെ ഒരു പരിപാടിയാണ്. അങ്ങോട്ട് റോഡ് സൈഡിലൊക്കെ വെക്കുക, ചുംബിക്കുക, കെട്ടിപ്പിടിക്കുക, ഹായ് ഹോയ്, ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി. അതിലൂടെ എന്ത് സംഭവിച്ചു? ഇപ്പം എന്നിട്ട് കണ്ട പാമ്പിനെ പിടിച്ചു തിന്ന, പട്ടിയെ പിടിച്ചു തിന്ന, പന്നിയെ പിടിച്ച്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പന്നി ഹറാമാക്കി. അല്ലാഹ് കഴിവുള്ളവൻ, അല്ലാഹ് ലോകത്തിന് അധിപരാശക്തി, നമ്മുടെ സൃഷ്ടാവ്, അവൻ പന്നിയെ ഹറാമാക്കിയെങ്കിൽ അത് ഈ സമൂഹത്തിന് നാശാണെന്ന് അല്ലാഹ്ക്കറിയാം. അത് മനസ്സിലാക്കാതെ പന്നിയെ തിന്നവൻ, ആ പന്നിക്കൂട്ടത്തെ അവന്റെ കൈകൊണ്ട് തന്നെ അല്ലാഹു തആല നശിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടില്ലേ? എന്തിനാ പിന്നെ അതിനെ കൊന്നുകളഞ്ഞത്? ലക്ഷക്കണക്കിന് പന്നിക്കൂട്ടങ്ങളെ കൊന്നുകളഞ്ഞില്ലേ? ലക്ഷക്കണക്കിന്. ഇത് മനുഷ്യന്റെ ശരീരത്തിന് അത് യോഗ്യമല്ല, മനുഷ്യന്റെ ശരീരത്തിന് പാകമല്ലാതെ, മനുഷ്യന്റെ ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണമല്ലാതെ, അള്ളാഹു നിരോധിച്ച ഭക്ഷണമാണത്. അത് കഴിച്ചാൽ അവൻ ഇല്ലാത്ത രോഗങ്ങൾ, മാറാത്ത വ്യാധികൾ കൊണ്ട് അവനെ അള്ളാഹു തആല ഇടങ്ങേറാക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ച കാര്യമാണത്, അള്ളാഹു നിരോധിച്ച കാര്യമാണത്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, നബി തങ്ങൾ പറയുമ്പോൾ, ഇസ്ലാം പറയുമ്പോൾ നമുക്കത് ഒരു പുച്ഛമായിട്ട് തോന്നും. ശാസ്ത്രം പറയുമ്പോൾ അതെന്തോ വലിയ ഒരു കനകക്കട്ടിയായിട്ട് നമ്മളത് എടുക്കും.
ഖുർആൻ പറയുമ്പോൾ നമുക്കതൊരു രസമല്ല. ഖുർആൻ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു അപകർഷതാബോധം പോലെ. പരിശുദ്ധ ഖുർആനും ഹദീസും ചർച്ച ചെയ്യാത്ത ഒരു സാധനവും ഒരു കാര്യവും ഈ ലോകത്തുണ്ടാവുകയില്ല, ഉണ്ടാവുകയുമില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവാൻ പോകുന്നുമില്ല. മനസ്സിലാക്കിക്കോ, എല്ലാ കാര്യത്തിനും ഖുർആനിലും ഹദീസിലും തെളിവുണ്ട്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മാരകമായ രോഗം പിടിപെടും, അതിലൂടെ ധാരാളം മരണങ്ങൾ സംഭവിക്കും, മരുന്ന് കണ്ടെത്താൻ കഴിയുകയില്ല, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങലല്ലാതെ വേറെ മാർഗമില്ല. എന്താ മാർഗം? അതുകൊണ്ടല്ലേ പ്രൈം മിനിസ്റ്റർ, അവിടുത്തെ പ്രധാനമന്ത്രി പോലും പോയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത്, മുസ്ലിങ്ങളോട് ദുആ ചെയ്യാൻ പറയല്ലേ. ഈ അടുത്ത സമയത്ത് അമേരിക്കയില് അവിടുത്തെ ഏറ്റവും വലിയ ജനറൽ, അദ്ദേഹം പോലീസ് മേധാവി, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടാണ്. ഖുർആനിന്റെ മുകളിൽ തൊട്ടുകൊണ്ടാണ് ഒരു നസ്രാണി ആലോചിക്കണം സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ ആ ഖുർആന്റെ 2 ആയത്തുകൾ ഓതിയിട്ട് അതിന്റെ അർത്ഥം പറയാൻ വേണ്ടി പറഞ്ഞു. ആ സെനറ്റിൽ പരസ്യമായിട്ട് അത് വായിക്കുകയും അതെല്ലാവരും അത് കേൾക്കുകയും ചെയ്തു. കാലം പോയ പോക്ക്. അള്ളാഹുവിന്റെ ദീൻ വളർത്താൻ അള്ളാഹ് തീരുമാനിച്ചാൽ ഇനി ഏത് വലിയ വമ്പൻ ശക്തി വന്നാലും അവർക്കിടയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദീനിനെ അവിടെ കൊണ്ടുവരും. അതാണ് ഇനി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. അതിൻ്റെ തെളിവുകളും ചരിത്രങ്ങളും നമ്മൾ പഠിപ്പിച്ചു മനസ്സിലാകും. 800 വർഷം 800 years ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. ആലോചിച്ചോളി, 800 വർഷം ഇന്ത്യ ഭരിച്ചത് മുസ്ലിമീങ്ങളാണ്. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇവിടെ വലിയ പണ്ഡിതന്മാരായിരുന്നു ഭരിച്ചത്. 1911 ഒന്നാം ഭാരത സർക്കാർ രൂപീകരിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ, അന്ന് രാജാ മഹേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ പ്രധാനമന്ത്രി ആരാണ്? മൗലാന ബർക്കത്തുള്ള. മൗലാനയാണ് പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൗലാന ബർക്കത്തുള്ള. തലേക്കെട്ടും താടിയൊക്കെ ഉണ്ടായിരുന്നു ആ മൗലാനയ്ക്ക്. ഇന്നിരിക്കുന്ന മൗലാനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലേക്കെട്ട് കാണും, ദാടിയുണ്ട് സംഭവം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, രാജാ മഹേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ ആരായിരുന്നു പ്രധാനമന്ത്രി? മൗലാന ബർക്കത്തുള്ള. വിദേശകാര്യമന്ത്രി ചെമ്പക രാമൻ പിള്ളയായിരിക്കുമ്പോ ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? മൗലാന ഉബൈദുള്ള. ആഭ്യന്തരമന്ത്രി. ഈ ആഭ്യന്തരമന്ത്രി അല്ലേ ഇപ്പൊ നമ്മളെ ആകപ്പാട് വിഷമിപ്പിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി മൗലാന ഉബൈദുള്ള ആയിരുന്നു. യുദ്ധകാര്യമന്ത്രി മൗലാന ബഷീർ ആയിരുന്നു. 1911 സ്വതന്ത്ര ഭാരത സർക്കാർ ഇവിടെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ മഹത് വ്യക്തിത്വങ്ങൾ ആരായിരുന്നു? പണ്ഡിതന്മാരാ, ഉലമാക്കളായിരുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്ക്. ഇതൊക്കെ ആരാ ഈ ഇന്ത്യ രാജ്യത്ത് ചെയ്തു കൊടുത്തത്? ആരാ ഇതൊക്കെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ചെയ്തത്? ഇൻഷാ അല്ലാഹ് അതൊക്കെ ചരിത്രം നമുക്ക് സൗകര്യം പോലെ നമുക്ക് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാൻ, ഇതെല്ലാം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം സഹോദരങ്ങളെ അപേക്ഷിച്ചിടത്തോളം നമുക്ക് ഒന്നിപ്പോൾ NRC എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ ഒരു വേവലാതി വന്നു പോയത്. എന്നാൽ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ഇന്ത്യ, ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പദം, ഇത് ഏത് പദാണ്? ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇതിന്റെ തുടക്കം ഏതാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ ഹിന്ദ് ഇത് ഇസ്ലാമിന്റെ പദമല്ലേ? ഇത് ഇസ്ലാമല്ലേ? ഇസ്ലാമിന്റെ വാക്കല്ലേ ഇത് ഹിന്ദ് എന്നുള്ളത്? ഈ ഹിന്ദിനെ കുറിച്ച് നബിതങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഈ ഹിന്ദിനെ കുറിച്ച് സഹാബത്ത് ചർച്ച ചെയ്തിട്ടില്ലേ? ഈ ഹിന്ദിൽ സഹാബത്ത് വന്നിട്ടില്ലേ? കേരളത്തിൽ സഹാബി വന്നിട്ടില്ലേ? കേരളത്തിലെ ഭക്ഷണം സഹാബാക്കൾ നബിതങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലേ? നബിതങ്ങൾ അത് തിന്നിട്ട് ദുആ ചെയ്തില്ലേ? അതിന്റെ ബർക്കത്തല്ലേ കേരളത്തിൽ ഉണ്ടാവുന്നത്? അതുകൊണ്ടല്ലേ കേരളം പച്ചയായിട്ട് നടക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തെ ഖൈറുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് യൂറോപ്യൻകാർ പോലും പറയാനുള്ള കാരണം എന്താ? അറബികൾ ഇവിടെ വന്നു, ഖൈറുള്ള, ഇവിടുത്തെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് ഖൈറുള്ള, അള്ളാന്റെ ഖൈറുകൾ ലഭിച്ച നാടാണ് ഇത് എന്ന് മനസ്സിലാക്കുകയും ഇന്നും അറബികൾ ഈ കേരളത്തിൽ വന്ന് കാലുകുത്താനുള്ള കാരണം ആ ഹബീബായ തങ്ങളുടെ ദുആയാണ്. അത് ആലോചിക്കണം. നമുക്കിപ്പോ ഇച്ചിരി നിഅമത്തുകൾ കിട്ടി, നമുക്ക് കുറച്ച് അഹങ്കാരം കൂടിപ്പോയി, കിബർ കൂടിപ്പോയി. കേരളക്കാരന്മാർ കുറച്ച് കിബർ കൂടിയപ്പോ പടച്ചവന്റെ പണിയാണ് അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കാനും അവിടെ ഇവിടെയൊക്കെ ഒഴിക്കാനും അവിടെ ഇവിടെ കിടങ്ങാറാക്കാനും അള്ളാഹു തീരുമാനിച്ചത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തിന് ആദ്യം ശുക്ർ ചെയ്യണം. ഏറ്റവും വലിയ പരിഹാരം അതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വറസഖ്നാഹും മിനത്തയ്യിബാത്ത്. നല്ല ഭക്ഷണം കഴിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പച്ചയ്ക്കൊന്നും തിന്നരുത്. നിങ്ങൾ എന്തിനു വേവിക്കാതെ തിന്നണം? എന്തിനു വേവിക്കാതെ കഴിക്കണം? പച്ചയ്ക്ക് തിന്നാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസുണ്ട്. വേവിച്ച് കഴിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അലൈക്കും ബി അൽബാനിൽ ബഖർ ഫഇന്നഹാ ശിഫാഉൻ മിൻ കുല്ലി ദാ.
പശുവിന്റെ പാല് നിങ്ങൾ കുടിക്കണേ, അതിലും പല രോഗങ്ങൾക്കും പരിഹാരമാണ്, മരുന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പശുവിന്റെ പാല് കുടിക്കണം. പശുവിന്റെ പാല് കൊണ്ട് ചായ ഉണ്ടാക്കണം. പാൽ പൊടിയിട്ടല്ല ചായ ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ പറയും പശുവിന്റെ പാലിൽ നിന്ന് ഉണ്ടാക്കിയതാണല്ലേ പാൽപ്പൊടി, അതൊക്കെ ഒരുപാട് ഹിക്മത്തുകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ പാല് കുടിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നാ പശുവിന്റെ ഇറച്ചി തിന്നാനല്ല പറഞ്ഞത്, പശുവിന്റെ പാല് കുടിക്കണമെന്നാ പറഞ്ഞത്. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. അലൈക്കും ബി അൽബാനിൽ ബഖർ, പശുവിന്റെ പാല് നിങ്ങൾ കുടിക്കണേ. ഫൈനഹാ തറുമ്മു മിൻ കുല്ലി ഷജർ, പല ഔഷധ സസ്യങ്ങളും അത് കഴിക്കുന്നത് കൊണ്ട് അതിൽ ധാരാളം ശിഫകൾ മനുഷ്യർക്കുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കല്ലേ നമ്മൾ കേൾക്കേണ്ടത്? ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കല്ലേ മുസ്ലിം ഉമ്മത്ത് കേൾക്കേണ്ടത്? അത് നമ്മൾ കഴിക്കണം, തിന്നണം. ഇന്ന് പച്ചക്കറി, ഈ പച്ചക്കറിക്കകത്ത് മൊത്തവും വിഷമല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്? പച്ചക്കറിയിൽ മൊത്തം വിഷമാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതല്ലേ? അത് കൊണ്ടുവന്ന് കുറെ മണിക്കൂറുകളോളം ഇപ്പൊ എല്ലാവർക്കും, ഞാനിപ്പോ ഈ പച്ചക്കറിയുടെ ഒക്കെ ഓരോരോ രഹസ്യങ്ങൾ പറയുമ്പോൾ ഇനി ഒരു പക്ഷേ ഇനി ചിലപ്പോൾ പച്ചക്കറി കച്ചവടക്കാരുണ്ട്, ഇയാൾ നമുക്കും ഭാര വെക്കുമെന്ന് പറയും. അങ്ങനെ ഒരിക്കലും കരുതരുത്. ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇവിടെ കാണും ഇല്ലേ? പച്ചക്കറി ഇപ്പോൾ 1 കിലോ 4 കിലോ ഏത്തക്കായ്ക്ക് 100 റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുമല്ലോ സംഭവം. അപ്പം ഞാൻ ചേമ്പ്, നല്ല നല്ല വയനാടൻ ചേമ്പുകൾ, നല്ല നല്ല ചേമ്പ്, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഹക്കീക്കത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഈ വലിയ ചേമ്പ് വരുന്നത്, എന്തുകൊണ്ടാണ് ഈ 4 കിലോയ്ക്ക് 100 റുപ്യക്കൊക്കെ ഈ ഏത്തയ്ക്ക് വരാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഈ പയറിനൊക്കെ ഇത്ര വില കുറവ്, ഈ പയറൊക്കെ ഇത്ര നീളത്തിൽ വരാനുള്ള കാരണം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാവും. ഇതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇത് ഉണ്ടാക്കുന്ന ഈ കൃഷിക്കാരുണ്ടല്ലോ, അവരിത് തിന്നൂല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി, ഞാൻ പോയിട്ടുണ്ട്. ഭയങ്കരമായ പാടത്ത് വലിയ കൃഷിയാണ്. എന്നിട്ട് അവര് താമസിക്കുന്ന ഒരു ചെറിയൊരു ചെറ്റക്കുടലുണ്ട്. അവരവിടെ ചെറിയ ചെറിയ പച്ചക്കറി. ഞാൻ ചോദിച്ചു, എന്നാ അണ്ണാച്ചി ഇത് തന്നെ അത് തന്നെ? അത് കേരളാവുക്ക് അനുപ്പുറതുക്ക്, ഇത് എங்களுக்கு சாப்பிடுறதுக்கு. ഇത് നാങ്ക ഇങ്ങ സാപ്പിടുവോ, അത് കേരളാവുക്ക് അനുപ്പോ. കേരളാവിൽ അനുപ്പി നമ്മ എല്ലാം രോഗിയായി മാറും. അവന്മാർ നല്ല തിന്ന് ഇപ്പോഴും ഉണ്ടപ്പക്കുറുവിന്റെ കൂട്ടാ. വല്ല അസുഖമുണ്ടോ? വല്ല അസുഖമുണ്ടോ? വയസ്സന്മാർക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? 10, 40, 50, 60, 70, 80 വയസ്സുള്ളവരൊക്കെ എന്താ റാഹത്തായിട്ട് അവർ ഓടി ഓടി പോവാണ്. അവിടെ നിൽക്കുന്നവരെ കയറ്റിയിരുത്ത്. ഞാൻ കുറച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കണോ? അവർക്ക് എന്നെ കാണണമെങ്കിൽ കുറച്ച് വേണേൽ മുന്നോട്ട് നീങ്ങിയിരിക്കാം. ആ സഹോദരങ്ങൾക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല. എന്ന് പ്രസംഗിക്കണം. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ കയറിയിരുന്നോളി. അപ്പൊ അവർക്ക് പിന്നെ അവരിങ്ങനെ ഒളിച്ചു നോക്കണം. കുറച്ചുകൂടി നീങ്ങി നമുക്കൊരു ദുആ എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് പോകാം. കസേരയൊന്നും എടുക്കണ്ട, ഉള്ളത് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ആക്കിയാൽ മതി. കുറച്ച് കേട്ടോളിയും പഠിച്ചോളിയും, കുറച്ച് ചരിത്രങ്ങളൊക്കെ മനസ്സിലായിക്കോളിയും. ഖുർആന്റെ വീക്ഷണം കുറച്ച് അടുത്തിരുന്നോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണേ, കുറെ കാര്യം പറഞ്ഞുതരാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കുറെ ചരിത്രവും നബിതങ്ങളോട്ടുള്ള ഒരു ബന്ധമൊക്കെ ഒന്ന് അറിയണം. നമ്മൾ വെറുതെ ഇന്ത്യക്കാരെ കേരളക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലത്തെ ഭക്ഷണം നബിതങ്ങൾ തിന്നു, എങ്ങനെ തിന്നു പറഞ്ഞുതരാം. ഇവിടെ ഇതൊക്കെ പഠിക്കണം, കുറെ ചരിത്രങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചുമ്മാ വാട്സാപ്പിൽ കളിച്ച് എപ്പോഴും തേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് നടക്കലല്ലാതെ കുറെ ചരിത്രങ്ങൾ പഠിക്കണം. നമ്മളൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടല്ലേ ഇത്? ഇവിടുന്ന് എവിടെ പോകാനാ നമ്മള്? നമ്മുടെ നാട് വിട്ടിട്ട് ഇത് എന്ത്? നമ്മുടെ മുൻഗാമികളൊക്കെ എന്ത് ത്യാഗം സഹിച്ച് രക്തം ഒലിപ്പിച്ച് ഷഹീദായി ഇവിടെ ഉണ്ടാക്കിയതാണ്. ഡൽഹിയിലൊക്കെ ബ്രിട്ടീഷുകാരന്മാര് 2 ലക്ഷത്തോളം മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നു കളഞ്ഞു 2 ആഴ്ച കൊണ്ട്. ചരിത്രങ്ങൾ വലുതാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാൽ നമുക്കിപ്പോഴൊന്നും വിഷയമൊന്നും ഇവിടെ തീർക്കാൻ പറ്റൂല. നമ്മൾ ഖുർആന്റെ ഹദീസിന്റെ വീക്ഷണത്തിൽ ഞാനിങ്ങനെ പോകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ആ ചരിത്രം വരുമ്പോൾ ഞാൻ അതോടെ ഇടയ്ക്ക് കയറ്റിവിടാം. ഇൻഷാ അല്ലാഹ്. ഒന്ന് പഠിച്ചോളി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭക്ഷണം കഴിക്കാൻ നമ്മളോട് പറഞ്ഞു. നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഏറ്റവും നല്ല ഭക്ഷണം ഏതെന്ന് ഞാൻ പറയട്ടെ? ഇറച്ചി. ഇന്ന് അതാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് ഇല്ലേ? എന്ന് അള്ളാഹ് പറഞ്ഞു ഏറ്റവും നല്ലത് ഇറച്ചിയാണെന്ന്. അള്ളാഹ് പറയുന്നു കേൾക്കോ? റസൂലുള്ളാഹി പറയുന്നു കേൾക്കോ? ഡോക്ടർമാർ പറയുന്നു കേൾക്കോ? വെജിറ്റബിൾ കഴിക്കണം. വെജിറ്റബിൾ ആണ് മൂസാ നബിയുടെ അനുയായികൾ കഴിച്ചത്. വെജിറ്റബിൾ ആണ് കഴിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറച്ചി കൊടുത്തവരെ അനുഗ്രഹിച്ചു. അപ്പോഴും അവർ പറഞ്ഞു, മൂസാ വൈദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ് ഫദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ. മൂസാ, ഒരു ഭക്ഷണം കൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്താതെ നിന്റെ റബ്ബിനോട് നീ ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് കുറെ കൂടി ഭക്ഷണം നൽകാൻ പറയണേ. ഒന്നുകൂടെ പറ, കുറച്ചുകൂടെ
കുറച്ചുകൂടെ ഭക്ഷണം കിട്ടട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ ഈ ഭക്ഷണം എടുത്തു. ഉള്ളി, സവാള, പയറ്, പച്ചക്കറി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഇറച്ചി അല്ലാഹു തആല കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവര് പറഞ്ഞു ഇത് പോരാ ഇനി വേണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ വാക്ക് ഖാലാ തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഇസ്രായേലി സമൂഹമേ, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റബിളിനേക്കാൾ ശ്രേഷ്ഠമായ ഭക്ഷണമാണ് നിങ്ങൾക്ക് നാം നൽകിയത്, അതായത് മാംസാഹാരം. അള്ള പറഞ്ഞ വാക്ക ഇറച്ചിയാണെന്ന്. ഏറ്റവും നല്ല ഭക്ഷണം ഇറച്ചിയാൽ നല്ല ശരിയാ, അതിനകത്ത് മായമില്ലല്ലോ. കുത്തിവെച്ചാൽ അത് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കുത്തിവെച്ച് ഇക്കുമത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഈ കോഴിക്കകത്തൊക്കെയാണ് കുത്തിവെക്കൽ പരിപാടികളൊക്കെ ഉള്ളത് സംഭവം. അതുകൊണ്ട് ചെറിയ കോഴികളെയാണ് ചിലർ കഴിക്കുന്നത്. കാരണം ഇത് കുത്തിവെക്കുന്നതിന് മുമ്പ് അതിനൊരു ചെറിയൊരു സമയപരിധിയുണ്ട്. അതുകൊണ്ടാണ് ഈ കോഴികളൊക്കെ കൂടുതൽ കഴിച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ബബിൾസ് പോലെ ആയി പോകുന്നത്. അതിനി അതിലേക്ക് ഇനി കിടക്കണ്ട, പോകട്ടെ. ഇനി അവസാനം ഇനി കോഴിക്കച്ചവടക്കാർക്ക് ഇയാളെ കൊണ്ടുവന്നിട്ട് നമുക്ക് പാര വയ്ക്കുമെന്ന് പറയും. അതുകൊണ്ട് പോട്ടെ, അതിൻ്റെ ഇക്കുമത്തുള്ളൊന്നും ഞാൻ പറയുന്നില്ല സംഭവം. പക്ഷെ കോഴിയില്ല നമുക്ക് ജീവിക്കാനും പറ്റില്ല. പൊരിച്ച അൽഫാമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ കട്ടപ്പൊക്കയല്ലേ. കോഴി മന്തി ഇല്ലെങ്കിൽ നമ്മുടെ കാലിൽ മന്തി പിടിക്കുന്ന പോലെ ആയി പോകും സംഭവം. അതില്ല. ഇന്ന് കുട്ടികൾക്ക് തന്നെ കോഴി എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവർ തിന്നാൻ തയ്യാറാണ്. വേറെ ഒന്നും വേണ്ട, കോഴി എന്ന് പറഞ്ഞാൽ എന്ത് വേണം തിന്നാൻ തയ്യാറാണ്. എന്നാൽ അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത് ആടായിരുന്നു. ആടിൻ്റെ ആ വലത് കൈ, ആ ഭാഗം നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആടിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുർവേദ ഡോക്ടർമാർ പറയും പഥ്യം ഉണ്ടല്ലോ, നമ്മൾക്ക് പഥ്യം മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം, അവർ പറയും ഇറച്ചിയോ മീനൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ആട്ടിറച്ചി കഴിച്ചോളാൻ പറയും, ആട് കഴിക്കാൻ പറയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദു ഇദാമി അഹ്ലിൽ ജന്ന അല്ലഹ്മു. സ്വർഗത്തിലെ ഭക്ഷണത്തിന്റെ നേതാവ് അത് ബീഫാണ്, അത് ഇറച്ചിയാണ്, മാംസാഹാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സ്വർഗത്തിലെ മക്കളായ മുസ്ലിങ്ങൾ കഴിക്കുന്നത് ബീഫാണ്. മനസ്സിലായില്ലേ? സ്വർഗത്തിലല്ലാത്തവർ ഇത് ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ഇതൊക്കെ ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. സ്വർഗത്തിലെ ഭക്ഷണം ഇറച്ചിയാണെന്ന് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഒരു ആഡംബരം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ദിവസം തോറും ചോദിക്കുമായിരുന്നു, പടച്ചവനെ എനിക്ക് നീ എല്ലാ ദിവസവും ഇറച്ചി നൽകണേ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു പക്ഷെ അത് ചോദിച്ചാൽ ഒരു ആഡംബരമായി പോകും. എല്ലാ ദിവസവും മുഹമ്മദ് നിനക്ക് ഇറച്ചി വേണമില്ലേ? അതൊരു ആഡംബരം അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ദിവസേന നബിതങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു, എനിക്ക് ഇറച്ചിതാ പടച്ചവനെ, ഇറച്ചിതാ പടച്ചവനെ, ഇറച്ചിതാ പടച്ചവനെ എന്ന് ചോദിക്കുമായിരുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിക്കണം, പക്ഷേ അമിതമാകരുത്. അതാ അള്ളാഹ് പറയുന്നത് ഇറച്ചി കഴിച്ചത് കൊണ്ട്. ഇപ്പം ശരി, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പൊ എന്താ LSHC എന്താണ് പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടില്ലേ, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ആഹാരം എന്താ? അരി ആഹാരം ഒഴിവാക്കുക, ഇറച്ചി മാത്രം തിന്നുക. മനസ്സിലാവുന്നില്ല? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്തിനാ ഇപ്പൊ വേറെ ഞാൻ മുസ്ലിയാക്കന്മാർ വെറുതെ കള്ളം പറയാണോ? നമ്മൾ ഈ ഖുർആനും ഹദീസും ഒക്കെ ഓതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം വരില്ല. ഇപ്പോഴത്തെ പുതിയ ഒരു ടെക്നോളജി ഇറങ്ങിയിരിക്കുകയാണ്. ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി, ഭാരം കുറയ്ക്കാൻ വേണ്ടി 60 കിലോക്കാരനൊക്കെ 10 കിലോ കുറച്ചു 2 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഇത്ര കുറച്ചു. എന്താണ് അവരുടെ ഭക്ഷണം? എന്താ? അരിയാഹാരം ഒഴിവാക്കുക, 200 ഗ്രാം 300 ഗ്രാം ഇറച്ചി തിന്നുക. എന്നാ അറ്റാക്ക് വന്ന് അടിച്ചു പോകണ്ടേ? ഈ ദിവസം തോറും ഈ ചങ്ങാതി തിന്നുന്നത്, ബീഫൊക്കെ തിന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മക്ക് തന്നെ വിഷമം വന്നു പോകുന്നത്. എന്നിട്ട് ആരെങ്കിലും മരിച്ചു പോയോ? റാഹത്തായിട്ട് അവരത് കഴിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ ഗുണമുണ്ടെന്നല്ലേ? ഖുർആനല്ല ഈ പറഞ്ഞ വാക്ക്. ഇതിൽ ഗുണമുണ്ടെന്ന് നബിതങ്ങളും പറഞ്ഞു, അള്ളാഹുവും പറഞ്ഞു. തീർച്ചയായിട്ടും അതിൽ ഗുണമുണ്ട്. പച്ചക്കറിയെക്കാളും ഗുണമുള്ളത് ഇറച്ചിയാണെന്ന് അള്ളാഹു തആല പറഞ്ഞത്. പച്ചക്കറിയിലത്തെ ഗുണം ഇപ്പൊ എന്താ പ്രശ്നമല്ലേ? ഇപ്പൊ ബ്രാഹ്മണന്മാർക്ക് അറ്റാക്ക് വരുന്നില്ലേ? പച്ചക്കറി മാത്രം തിന്നുന്നവരാണ്. എത്ര പേരുണ്ട് അറ്റാക്ക് വന്നവർ? എത്ര പേർക്ക് മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്? ക്യാൻസർ പിടിച്ചവരുണ്ട്. ഇറച്ചി തൊട്ടിട്ട് പോലും ഇല്ലാത്തവരാണ്. ഇറച്ചിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇറച്ചി വെച്ചല്ലേ പല പല ലേഹ്യങ്ങള്, വേലിയാടിന്റെ രസായനം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന. പിന്നെ എവിടുന്നാണ്? പോട്ടെ, അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നല്ല ഭക്ഷണം അല്ലാഹു നിങ്ങൾക്ക് നൽകി, അത് വേവിച്ച് കഴിക്കണം, നല്ലതുപോലെ വേവിച്ച് കഴിക്കണം. ഇപ്പൊ പറയുന്നത് എന്താ? ശാസ്ത്രം പറയുന്നത് എന്താ? നല്ലതുപോലെ വേവിച്ച് തിന്നണേ. അതെ, ചുമ്മാ കടിച്ചു പിടിച്ച് കറുമുറ തിന്നുന്നത്. മുട്ടയൊക്കെ കോഴിക്കൂട്ടി എടുത്തിട്ട് തട്ടുക, പൊട്ടിക്കുക പാടില്ല.
മുട്ടയൊക്കെ എടുത്തിട്ട് അങ്ങനെ തട്ടി അങ്ങോട്ട് പച്ചയ്ക്ക് അടിക്കല്ലേ. അതേപോലെ ബുൾസെ ഒരു ഭാഗം വേവുന്നുള്ളൂ, അടുത്ത ഭാഗം വേവുന്നില്ല. അതുകൊണ്ട് അത് വേവിച്ച് കഴിക്കണം. അത് ബുൾസയൊക്കെ അടിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോളി. ഇനി ബുൾസയ്ക്ക് ഇയാൾ താണ്ട എതിര് പറയാൻ പോവാണല്ലോ, പടച്ചോനെ ആ കച്ചവടം നിർത്തി കളയാൻ പോവാന്ന് എന്ന് ധരിക്കരുത്. അതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് വേവിച്ച് കഴിക്കുക സഹോദരങ്ങളെ. പച്ചയ്ക്ക് തിന്നരുത്. അതാണ് ഈ പച്ചയ്ക്ക് തിന്നുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പൊ തന്നെ ശാസ്ത്രം പറയുന്നില്ലേ, ഏതും നിങ്ങൾ വേവിച്ച് കഴിക്കും, നല്ലതുപോലെ വേവിച്ച് കഴിക്കും. അപ്പോൾ അതിന്റെ എല്ലാ ന്യൂനതകളും മാറിക്കിട്ടും. മാത്രമല്ല വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചത് തിരിച്ച് വീണ്ടും രണ്ടാമത് വേവിച്ച് ചൂടാക്കി കഴിക്കാൻ പാടില്ല. ആവശ്യത്തിനുള്ളത് കഴിക്കി. അത് അല്ലാഹു തആല പറഞ്ഞത്, ഖുലൂ യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വഖുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ കഴിക്കണേ, നിങ്ങൾ കുടിക്കണേ, നിങ്ങൾ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ദുർവ്യയം അരുതേ, അമിതമാകരുതേ, മിതമായ തോതിൽ കഴിക്കണേ, എങ്കിൽ അതിൽ നിന്ന് ഒരു രോഗവും നിങ്ങൾക്ക് ഉണ്ടാവുകയേ ഇല്ല. മിതമായ തോതിൽ കഴിക്കുക. ഇപ്പൊ കല്യാണത്തിന് വിളിച്ചു പറഞ്ഞു കുട്ടൻ മന്തി ഉണ്ട്, മട്ടൻ മന്തി ഉണ്ടെന്ന് പറഞ്ഞ് സംഭവം മറ്റുള്ളവന്റെ അന്നേരം വയറ് നമ്മുടെ അല്ലേ. ഇതെല്ലാം കൂടെ അടിച്ചു കയറ്റിയിട്ട് മൂലത്തിൽ നിന്ന് സാധനം താഴോട്ട് വരുന്നുമില്ല, എന്നാൽ മുകളിലോട്ട് ഗ്യാസും കയറുന്നില്ല, ആകെ പെരുകിയിരിക്കുകയാണ്. എന്താ പരിഹാരം എന്നറിയില്ല. ഒരു കല്യാണത്തിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, വെച്ച് കിട്ടിയത് ആളെ എഴുതേക്കാൻ വയ്യ. അള്ളാഹ് പറഞ്ഞു, മോനെ തിന്ന്, നീ കൂടുതൽ തിന്നരുത്, കൂടുതൽ തിന്നാൽ നിനക്കത് പ്രശ്നമാകും. വലാ തുസ്രിഫ്, അള്ളാഹ് പറഞ്ഞ വക്കതാണ്. ഇയ്യാക്കും വൽ ബത്ന, വയറ് നിറയ്ക്കുന്നത്, അമിതമായി വയറ് നിറയ്ക്കുന്നത് സൂക്ഷിക്കണേ. കമാ ഖാല റസൂലുള്ളാഹി, മിതമായി വയറ് നിറയ്ക്കുന്നത് സൂക്ഷിക്കണം. വയറ് നിറച്ചിട്ട് രാത്രി ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല. അതിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ, രാത്രിയെല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് കുട്ടികളൊക്കെ ഉറക്കിയിട്ടായിരിക്കും അവരുടെ കാര്യം പരിപാടി തുടങ്ങുന്നത്. പാടില്ല. വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല. ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് വെള്ളം കുടിക്കാനും പാടില്ല. ഇത് ക്ഷീണം കണ്ടിട്ട് പിന്നെയും പടപടപടാന്ന് വെള്ളം കുടിക്കുക, എല്ലാം നമ്മൾ ഉൾട്ടായാ ചെയ്യുന്നത്. എന്നിട്ട് പല അസുഖങ്ങളും വരും. ഇതിനൊക്കെ എല്ലാത്തിനും കപ്പലണ്ടി, അണ്ടി, എന്താ കപ്പലണ്ടി എന്നാ പറയാ, അണ്ടി, എന്താ അതിന്റെ പേര്, കപ്പലണ്ടി, കടല. ആ കടലയുടെ തൊലിയോടുകൂടി കഴിക്കണം. അതാണ് തിബ്ബുൻ നബവി, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ആ കടലയ്ക്കകത്തുള്ള ഗ്യാസ് മാറ്റാൻ ഈ തോലിലാണ് മരുന്നുള്ളത്. പക്ഷെ നമ്മൾ ആ തോല് കളഞ്ഞിട്ട് കടല മാത്രം കഴിക്കൂല്ലേ. സംഭവം എല്ലാം തിരിഞ്ഞു കുത്തിയില്ലേ. എന്നിട്ട് അള്ളാഹുവിനെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം മൊത്തം തിരിച്ചാണ് നമ്മൾ ചെയ്തത്. മൊത്തം അതെല്ലാം ഉൾട്ടായിപ്പോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്താലുണ്ടല്ലോ ഇൻഷാ അള്ളാഹ് ഒരു നിലയ്ക്കും ഒരു രോഗം ഉണ്ടാവില്ല. വെള്ളം കുടിക്കുമ്പോൾ ചായ കുടിക്കുന്നത് പോലെ കുടിക്കണം. പതുക്കെ 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 അങ്ങനെ കുടിക്കാവൂ. ഇത് ഒറ്റ ലിറ്റർ, ഇതെന്താ ഇത് ബോണറ്റാ, ബോണറ്റ് പൊക്കിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. വെള്ളമെല്ലാം കൂടെ ഒറ്റ ലിറ്റർ ഒരേപോലെ കുടിക്കാണ്. അങ്ങനെ കുടിക്കരുത്. ചായ കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കണം. ബിസ്മി പറഞ്ഞ് ഓരോ മുടക്ക് വീതം വെള്ളം കുടിക്കണം. ഓരോ മുടക്കലും അൽഹംദുലില്ലാഹ് ശരീരത്തിന് ഗുണമുണ്ടാവും. ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല. അതേപോലെ ക്ഷീണിച്ച് വിയർത്ത് വരുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല. ആ വിയർപ്പ് തീർന്നിട്ട് വെള്ളം കുടിക്കാവൂ. ക്ഷീണിച്ച് വന്നിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് കുളിക്കാൻ പാടില്ല. ഒരുപാട് തിബ്ബുൻ നബവി ഉണ്ട് പഠിക്കാൻ. ശരീരത്തിന്റെ ആരോഗ്യം അത് നമ്മൾ സൂക്ഷിക്കണം. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. അല്ല രോഗം പടരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. അതുകൊണ്ട് അള്ളാഹ് ഹലാലാക്കിയത് കഴിക്കുക, ഹറാമാക്കിയത് വർജിക്കുക. ഹറാമായത് നമ്മൾ കഴിക്കാൻ ശ്രമിച്ചാൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു വരെ പരീക്ഷിക്കും. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, അല്ലദീ ലം തകുൻ മളത് ഫീ അസ്ലാഫിഹിമുല്ലദീന മളൗ. മുൻകാലങ്ങളിൽ കേട്ടിട്ട് പോലുമില്ലാത്ത മാരകമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു ഈ സമൂഹത്തെ പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് നല്ലത് തിന്നണേ, നല്ലത് കുടിക്കണേ. അള്ളാഹു ഹറാമാക്കിയത് നമ്മൾ ഉപേക്ഷിക്കണേ. പരിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മളോട് പറയുകയാണ്. വീണ്ടും അള്ളാഹു പറയുകയാണ്, വഫല്ലലനാ അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകലമാന സൃഷ്ടികളെക്കാൾ പടച്ചവൻ നമ്മളെ ആദരിച്ചിരിക്കുന്നു, നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നമ്മളെ ബഹുമാനിച്ചിരിക്കുകയാണ്. അവൻ നമ്മളെ ശ്രേഷ്ഠരാക്കി, ഉത്തമരാക്കി. മാലാഖമാരെക്കാളും ശ്രേഷ്ഠരാക്കിയ സമൂഹമാണ്, ശ്രേഷ്ഠരാക്കപ്പെട്ട സമൂഹമാണ് ഈ പാതിരാ സമയത്ത് ഇവിടെ തടിച്ചുകൂടിയതെങ്കിൽ ഓർക്കണേ, അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുന്ന കാലഘട്ടത്തോളം അല്ലാഹു നമ്മളെ വേദനിപ്പിക്കുകയേ ഇല്ല. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. നിങ്ങൾ അല്ലാഹുവിനോട് നന്ദിയുള്ള കാലഘട്ടത്തോളം അല്ലാഹു നിങ്ങളെ ഒരു ശിക്ഷയും നൽകി വേദനിപ്പിക്കുകയേ ഇല്ല. പരിശുദ്ധമായ ഖുർആൻ. നന്ദി വേണം, നന്ദി വേണം. നമ്മൾ തിന്നുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ നമുക്ക് നന്ദി വേണം. രോഗം വരാതിരിക്കാനുള്ള ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, മാരകമായ രോഗം പിടികൂടാതിരിക്കാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. കേട്ടോളി, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ പറഞ്ഞ കൊറോണ പിടിക്കൂല, ക്യാൻസർ പിടിക്കൂല, മാരകമായ വൈറസ് പിടിക്കൂല, ഈ പറയുന്നത് പോലെ ചെയ്താൽ. നിബിധങ്ങൾ പറഞ്ഞതാ. സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെയാണ് കുടുങ്ങിപ്പോന്നത്. സുബൈക്ക് തുടങ്ങുള്ളൂ. ളുഹർ മുതൽ തുടങ്ങിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. സുബൈ തന്നെ കയറി നബിതങ്ങൾ പിടിച്ചല്ല ഉടച്ചവൻ. അതാണ് ഗുളിക കഴിക്കുമ്പോൾ രാവിലെ തുടങ്ങല്ലേ, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്നും പറഞ്ഞിട്ടല്ലേ തുടങ്ങുക. അല്ല ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും നല്ലല്ലോ. ഗുളിക കഴിക്കുമ്പോഴും രാവിലെയാണ്, രാവിലെ മുതൽ. അപ്പൊ രാവിലെ മുതലാ തുടങ്ങാം. നമ്മളുടെ പ്രഭാതം മുതലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും തുടക്കം. നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോഴും, നമ്മളൊരു യാത്ര ചെയ്യാൻ പോകുമ്പോഴും, ജോലിക്ക് പോകുമ്പോഴും ഒക്കെ പ്രഭാതമാണ്. അതുകൊണ്ട് ഒരു മുസൽമാന്റെ തുടക്കം അവന്റെ രാവിലെ സമയം മുതൽ, എഴുന്നേൽക്കുന്ന സമയം മുതലാണ്. ഒരു മുസൽമാന്റെ തുടക്കം മുതൽ ഉറക്കം വരെ, ഉണരുന്ന സമയം മുതൽ ഉറക്കം വരെ അവൻ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. അതൊരു ദിവസം ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിലാകാം. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ദിവസം ഒരു മുസൽമാൻ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അറിയേണ്ട വിഷയങ്ങൾ തന്നെയാണ്, പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ തന്നെ ഇരിക്കണേ. നിങ്ങൾ 3 പ്രാവശ്യം പറയണം, അഊദു ബിൽ കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. 3 പ്രാവശ്യം സുബഹി നമസ്കാരം കഴിഞ്ഞ്, 3 പ്രാവശ്യം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ്. ഇത് രണ്ടും അഊദു ബി കലിമാത്തില്ല 3, ബിസ്മില്ലാഹിൽ 3. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം, ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഫലഖ് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. സൂറത്തുൻ നാസ് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് പറയട്ടെ, 10-15 പ്രസംഗങ്ങൾക്ക് മുമ്പ്, അല്ല ഇവിടെ 15 പ്രഭാഷണത്തിന് മുമ്പ് ഞാൻ ഇവിടെ ഇതേപോലെ ഓരോ ദിക്റുകളും ഹദീസുകളും പറഞ്ഞു കൊടുത്തത് ഇന്നും അത് അമൽ ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് വന്ന ദിവസവും എൻ്റെ മുന്നിൽ പറഞ്ഞ ആളുകൾ ഈ സദസ്സിലുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോകണം. അള്ളാഹു വർഗമായി കൂലി കൊടുക്കട്ടെ. കാരണം അതിൻ്റെയൊക്കെ ഒരു സവാബ് നമുക്ക് കിട്ടും. അപ്പൊ ഈ പറയുന്നത് അമൽ ചെയ്യാനാണ് ഈ പറയുന്നത്. ഈ പറയുന്ന അമൽ ചെയ്യാൻ ഇന്നലെ വരെ നമ്മളത് ചെയ്തിട്ടില്ല, നാളെ മുതൽ തുടങ്ങിക്കോ. അതിനുവേണ്ടി പറയുന്ന വാക്കാണ്, നിബിധങ്ങൾ പറഞ്ഞ വാക്കാണ്. മാരകമായ രോഗം ഉണ്ടാവില്ല. 3 പ്രാവശ്യം അഊദു ബി കലിമാത്തില്ല, 3 പ്രാവശ്യം ബിസ്മില്ലാഹിൽ യളുറു മഅസ്മി, 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് ഒരു ദുആ, ഒരു ദിക്റും കൂടെ ഉണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അതും 3 പ്രാവശ്യം ചൊല്ലണേ. മനസ്സിലായോ? 3 പ്രാവശ്യം അഊദു ബി കലിമാത്തില്ല, 3 പ്രാവശ്യം ബിസ്മില്ലാഹിൽ യളുറു മഅസ്മി, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. എന്നിട്ടൊരു ദുആ, اللهم إني أعوذ بك من البرص والجنون والجذام ومن سيء الأسقام اللهم إني أعوذ بك അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു മിനൽ ബറസി വെള്ളപ്പാണ്ടിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. എന്നവരെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ദുആ ഇരുന്നിട്ടുണ്ടോ?
വെള്ളപ്പാണ്ട് എനിക്ക് ഉണ്ടാവില്ല. നമുക്ക് വെള്ളപ്പാണ്ടിനെ കുറിച്ച് ചർച്ചയില്ലാത്തത് കൊണ്ട് വെള്ളപ്പാണ്ട് എനിക്ക് ഉണ്ടാക്കല്ലേ അള്ളാന്നും നമ്മൾ ആരെങ്കിലും ദ്വാരക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൊരു സഹോദരനെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഉസ്താദെ അസ്സലാമു അലൈക്കും, എനിക്ക് ഈ വെള്ളപ്പാണ്ട് ദ്വാരക്കണേ ഉസ്താദ് ദ്വാരക്കണേ എന്ന് അത്രയും പറയാൻ അങ്ങ് വെക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അള്ളാഹു താല ഷിഫിയാക്കി കൊടുക്കട്ടെ, അള്ളാഹ് ഷിഫിയാക്കി കൊടുക്കട്ടെ. ആ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, അത് വന്നാൽ ഒരു ന്യൂനതയാണ്, ഒരു ന്യൂനതയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി തങ്ങൾ അതാ പറഞ്ഞത്, ആ വെള്ളപ്പാണ്ടിൽ നിന്ന് അള്ളാഹുവെ ഞാൻ കാവൽ തേടുന്നു. നമ്മൾ ദുആ ചെയ്യണം. അത് വരായിക വരില്ല നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? പറയാൻ പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി, അല്ലാഹുവേ വെള്ളപ്പാണ്ടിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു നാഥാ. വൽ ജുനൂൻ, മാനസികമായ രോഗം, ഭ്രാന്ത്, മാനസികമായ വിഭ്രാന്തിയിൽ നിന്ന് നാഥാ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് അല്ലാ. മാനസിക രോഗം നമുക്ക് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ? നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ദുആ ചെയ്യണം. വരുന്നതിന് മുമ്പേ ദുആ ചെയ്യണം. മാനസിക രോഗത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു. മൂന്നാമത് നബി തങ്ങൾ പറയുന്നു, വൽ ജുദാബ്, ക്യാൻസർ പോലുള്ള, അർബുദം പോലുള്ള, കുഷ്ഠരോഗം പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. വീണ്ടും വമിൻ സയ്യിൽ അസ്ഖാം, കൊറോണ പോലുള്ള രോഗങ്ങൾ, പ്ലേഗ് പോലുള്ള രോഗങ്ങൾ, നിപ്പ വൈറസ് പോലുള്ള രോഗങ്ങൾ, അല്ലാഹുവേ വൈദ്യശാസ്ത്രത്തെ പോലും ഞെട്ടിച്ചു കളയുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബക്കാർക്ക് പോലും ഞങ്ങളെ കൊണ്ടൊരു ഭാരമാകുന്ന രോഗത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് അല്ലാഹ്. ചൈനയിൽ ഓരോ കുടുംബക്കാര് തന്റെ കുടുംബത്തിലുള്ള വ്യക്തിക്ക് വെള്ളം കൊടുക്കുന്നില്ല. ഓർക്കണം, ഈ ദുആ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് വമിൻ സയ്യിൽ അസ്ഖാം, അല്ലാഹുവേ പടച്ചവനെ, ജനങ്ങൾ വെറുക്കുന്ന രോഗം, ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത രോഗം, ഞങ്ങളുടെ കുടുംബം പോലും ഞങ്ങളെ വെറുക്കുന്ന രോഗം, ആ രോഗം നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ഓരോ വീടുകളിൽ നിന്ന്, സ്വന്തം വീടുകളിൽ നിന്ന് സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ സ്വന്തം കൈകൊണ്ട് പുറത്ത് തള്ളിക്കളയുകയാണ്. നീ മരിച്ചാലും പോയിക്കോ, നിന്റെ പേരിൽ ഞങ്ങൾക്ക് രോഗം വരരുത്, ഞങ്ങളും മരിക്കരുത്. സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. നേരിട്ട് കാണുന്ന കാഴ്ചയല്ലേ? ഇല്ലേ? കണ്ടില്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? അല്ലാഹുവേ, ജനങ്ങൾ, ഞാൻ എന്റെ ഭാര്യ എന്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ, എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ, എന്റെ കുടുംബം എന്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ. ചില ആളുകൾ ഇങ്ങനെ മാരകമായ രോഗം പിടിപെട്ട് മരിക്കാതെ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ജീവനുമില്ല മരണവുമില്ല, അങ്ങനെ നരകയാതന അനുഭവിച്ച് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീട്ടിലുള്ളവർക്ക് ആ മനുഷ്യനോടൊരു വെറുപ്പുണ്ടാവും. ഇല്ലേ? വെറുപ്പുണ്ടാവും. എന്നോട് എത്ര പേര് വന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, സ്വന്തം വാപ്പ ആ കിടക്കയിൽ കിടക്കുമ്പോ ആ മക്കള് വന്നിട്ട് പറയാണ്, ഉസ്താദെ ഒന്ന് ദുആ ഇറക്കണം, മരിക്കാനോ ദുആ ഇറക്കണം ഉസ്താദ്, കാണാൻ വയ്യാന്ന്. ഖിദ്മത്ത് ചെയ്യ സഹോദര. സ്വന്തം വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയാണ്. സ്വന്തം വാപ്പ മരിക്കട്ടെ, എന്നോടുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ വാക്ക് ഞാൻ പറയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജനങ്ങൾക്ക് പോലും വെറുപ്പുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തേടണം. സുബഹി നിസ്കാരം കഴിഞ്ഞത് ചെയ്യണം. എന്നാൽ അല്ലാഹു തആല ഈ രോഗം നമുക്ക് വരുത്തൂല. നബി തങ്ങൾ പറഞ്ഞ സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിനെ കാക്കണേ പടച്ചവനെ, അല്ലാഹുവിനെ കാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഈ വന്ന, ഈ ഇരിക്കുന്ന, ഈ ഒരുമിച്ച് കൂടിയ ഈ സഹോദരി സഹോദരങ്ങൾക്ക് പടച്ചവനെ ഈ പറയപ്പെട്ട ഒരു രോഗം നീ വരുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ കുദറത്ത് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. ഈ മഹനീയമായ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ആർക്കെങ്കിലും ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പടച്ചവനെ എത്രയും വേഗം നീ ശിഫയാക്കണേ പടച്ചവനെ, എത്രയും വേഗം നീ ശിഫയാക്കണേ പടച്ചവനെ. ഷാഫിയായ, വാഫിയായ, മുആഫിയായ അല്ലാഹ്, പരിപൂർണമായി നീ ശിഫയാക്കണേ പടച്ചവനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണം. സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും അങ്ങനെ ചെയ്താൽ അവർക്ക് ഇതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. അതന്നെ സംഭവം. എല്ലാ രോഗത്തിനും മരുന്ന് നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്തതിന് അള്ളാഹിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രോഗത്തിനും മരുന്ന് അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഡോക്ടർ നിബിധങ്ങളാണ്. നിബിധങ്ങൾ പഠിപ്പിക്കാത്ത ഒരു രോഗമൊന്നും ഇന്ന് ലോകത്തിൽ നിന്ന് ആർക്കും കാണിച്ചു തരാൻ പറ്റൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.
അങ്ങനെ അള്ളാഹു തൗഫീഖ് തരട്ടെ അത് ചെയ്യാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അല്ലാഹു തആല അനുഗ്രഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു. അത് ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. നമ്മൾ അതിൽ ശുക്ർ ചെയ്യാതിരുന്നാൽ അള്ളാഹു നമുക്ക് ശിക്ഷ നൽകും. അതാണ് പരീക്ഷണം. അലിഫ് ലാം മീം. ഇനി നല്ലപോലെ ശ്രദ്ധിക്കണേ. മുസ്ലിങ്ങൾ ആ പടം എന്തിനാ പടച്ചോ നമ്മളെ ഇട്ടിടങ്ങറാക്കുക? നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ? ഈ അള്ളാഹ്ക്ക് നമ്മളോടൊരു ദയയില്ലേ? നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, നമ്മളൊക്കെ നിസ്കാരമുള്ളവരാണല്ലോ, പിന്നെ എന്തിനാ അള്ളാഹ് നമ്മളായിട്ട് ഈ ഇടങ്ങറാക്കുന്നത്? അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഇത്രയും ദുആ ചെയ്തല്ലോ, എന്നിട്ട് ഇവരെന്താ ഇപ്പം ഈ സർക്കാർ താഴോട്ട് വീഴാത്തത്? അയാൾക്കൊരു കുരുവില്ലല്ലോ പടച്ചോനെ, ഒരു അസുഖവും ഇല്ലല്ലോ പടച്ചോനെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ഇത്രയും ദുആ ചെയ്തിട്ട് ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല സർക്കാരിനെതിരെ. അതിൻ്റെ നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. സർക്കാരിനെതിരെ ഒരിക്കലും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. ലാലിമ്യങ്ങൾക്കെതിരെ നമ്മൾ ദുആ ചെയ്യാം. അക്രമി ആരാണ് അവർക്കെതിരെ നമുക്ക് ദുആ ചെയ്യാം. അക്രമികൾക്കെതിരെ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിച്ച ചരിത്രമുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓതി തരികയാണ് ഈ ആയത്ത്. എന്താണ്? മുസ്ലിങ്ങളെ, നിങ്ങൾ മുസ്ലിം ആയതിന്റെ പേര് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ, നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഇതാ കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ അൻകബൂത്ത്. ചിലന്തി. അതിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. എന്താണ് അത്? അതിന്റെ ആ ഇടങ്ങേറ് അതേപോലെയാണ് മുസ്ലിങ്ങൾക്ക്. അലിഫ് ലാം മീം. അഹസിബൻ നാസ് അയ്യുത്രകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. വലഖദ് ഫതന്ന الذين من